നമസ്കാരം. RVSൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, അതായത് S1 JMAT 101 ലാസ്റ്റ് മോഡ്യൂളിലൊരു ടോപ്പിക്കാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് സ്റ്റീപ്പസ്റ്റ് ഡിസെൻറ്റ് മെത്തേഡ് എന്നൊരു മെത്തേഡ് ഉണ്ട്, അത് ഞാൻ എടുക്കുന്നില്ല. എക്സാം നാളെ ആയത് കാരണം പെട്ടെന്ന് ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം നമുക്ക് എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ്, 1-2 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സ്റ്റീപ്പസ്റ്റ് ഡിസെൻറ്റ് അപ്പം ഷുവർ അല്ലേന്ന് ചോദിച്ചാൽ അതും ഷുവറാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഈസിയാണ്, എല്ലാവർക്കും പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ടൈപ്പ് പ്രോബ്ലമാണ്. സ്റ്റീപ്പസ്റ്റ് ഡിസെൻറ്റും ഭയങ്കര ഈസിയാണ് കേട്ടോ. ഒറ്റ ഫോമിൽ നമ്മൾ പഠിക്കണം, ഐട്രേഷനാണ്. ആ ഫോമിൽ വെച്ചിട്ട് നമ്മൾ X1 X2 എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ പുതിയ വാല്യൂസ് ഫൈൻഡ് ചെയ്യാനാണ്. അപ്പോൾ ഒട്ടും ടൈമില്ലാത്തതുകൊണ്ടാണ് ആ വീഡിയോ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റാത്തത്. കാരണം അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യുമ്പം തന്നെ എനിക്ക് ഒരു വീഡിയോ വേണ്ടി വരും. അപ്പോൾ 1-2 പ്രോബ്ലം ചെയ്യുമ്പം അങ്ങനെ 2 വീഡിയോ, അതിൽ തന്നെ 2 മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതൊരു 2-3 വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിനകത്തുള്ള ഏറ്റവും ഞാൻ അതും ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അതിനകത്ത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു കൺസെപ്റ്റ് പറഞ്ഞു തരിക എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഭാവിയിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ആഡ് ചെയ്യാം. പക്ഷേ നാളെ 2024 ഡിസംബർ 31 എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്യുന്ന വീഡിയോ ആണിത്. ഓക്കെ കുഞ്ഞുങ്ങളെ, അപ്പം ഞാൻ വീഡിയോയിലേക്ക് പോവാണ്. വേറൊന്നുമല്ല, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം അതിന് നമ്മൾ ഷോർട്ടായിട്ട് പറയുന്നത് LPP എന്നാണ് പറയുന്നത്. ഈ LPP എന്ന് പറയുന്നത് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പം ഒരു എന്ത് സിറ്റുവേഷൻ വേണമെങ്കിലും വരട്ടെ. ഇപ്പം നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുവാണ്, എത്തുമ്പം ഒരു പ്രോജക്റ്റ് ചെയ്യും. അപ്പോൾ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഫണ്ട് ഉണ്ടായിരിക്കും. ആ ഫണ്ടിനകത്ത് നമുക്ക് കുറേ സാധനങ്ങൾ അതിനകത്ത് ചെയ്യാൻ കാണും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മിനിമം എക്സ്പെൻഡിച്ചറിൽ ഈ പ്രോജക്റ്റ് എങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കാൻ നോക്കും. അപ്പോൾ അതിന് നമ്മൾ ഓരോ കാര്യങ്ങൾ വയ്ക്കും. ഈ ടൈപ്പ് ചെയ്യാനായിട്ട്, പ്രോജക്റ്റ് ടൈപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും അവസാനത്തെ കൺസ്ട്രെയിൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതെങ്ങനെയാണ് അവിടെ കൊടുക്കുന്നു, ടൈപ്പ് ചെയ്യുന്നു, അതിൻ്റെ പ്രൂഫ് റീഡ് ചെയ്യുന്നു, അത് പ്രിൻ്റ് എടുക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഏറ്റവും ഒരു കൺസ്ട്രെയിൻ്റ് ആയിട്ട് എടുക്കുന്നു. പിന്നെ നിങ്ങൾ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകുന്നു, ചിലപ്പോൾ ഡേറ്റ കളക്ട് ചെയ്യാനായിരിക്കും, ചിലപ്പോൾ നമുക്കത് ചെയ്യാനുണ്ടായിരിക്കും, അതിന് മെറ്റീരിയൽസ് വാങ്ങണമായിരിക്കും. അപ്പം അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് എല്ലാം കൂടി ചേർത്ത് ഒരു കൺസ്ട്രെയിൻ്റ് ആയിട്ട് എടുക്കുന്നു. ഇങ്ങനെ കുറേ കൺസ്ട്രെയിൻസ് ഉണ്ടാക്കിയിട്ട് ഇതിനൊക്കെ ഇത്ര രൂപ, ഈ രൂപയ്ക്കകത്ത് ഇത്ര സമയത്തിനുള്ളിൽ, അപ്പോൾ ടൈം എന്ന് പറയുന്ന ഒരു കൺസ്ട്രെയിൻ്റ് ആയിട്ട് മാറും, സാധനങ്ങൾ വാങ്ങുന്ന ഒരു കൺസ്ട്രെയിൻ്റ് ആയിട്ട് മാറും, നിങ്ങളുടെ പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിൻ്റ് എടുക്കുന്ന ഒരു കൺസ്ട്രെയിൻ്റ് ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ ഓരോ കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ഫിക്സ് ചെയ്യുന്നു. നിങ്ങളുടെ ആവശ്യം മിനിമം ടൈമിനുള്ളിൽ മിനിമം കാശിൽ നമുക്ക് ഈ പ്രോജക്റ്റ് ഫിനിഷ് ആക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലം വരുമ്പം നമുക്ക് LPP എന്നുള്ളൊരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം യൂസ് ചെയ്തിട്ട് അതിന് നമുക്കൊന്ന് സ്ട്രക്ചർ ചെയ്ത് ഇക്വേഷൻസ് ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇപ്പം മിനിമം സമയം അല്ലെങ്കിൽ മാക്സിമം പൈസ പ്രോഫിറ്റ് വരണം. എന്തെങ്കിലും ഇപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണ്, RVSൻ്റെ 2 ക്ലാസ് ഞാൻ ഓൺലൈനായിട്ട് പെയ്ഡ് ക്ലാസ് ആക്കുകയാണ്. അപ്പോൾ എനിക്ക് മാക്സിമം കാശ് കിട്ടണം. അത് മാക്സിമം പ്രോഫിറ്റ് എങ്ങനെ കിട്ടും, എന്നാൽ കാശ് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ടൈം കുറഞ്ഞെടുക്കണം. ഇങ്ങനെ കുറേ എൻ്റെ കൺസ്ട്രെയിൻസ് ആണ് ഈ താഴെ എഴുതിയിരിക്കുന്നത്. എനിക്ക് മാക്സിമം അല്ലെങ്കിൽ മിനിമം, ഇപ്പോൾ നമ്മുടെ പ്രോജക്റ്റിലാണെങ്കിൽ മിനിമം കാശ് വരിക, നമ്മളിപ്പോൾ ഒരു മാനുഫാക്ചറെ സംബന്ധിച്ചാണെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് വരിക. ഓക്കെ, ഇപ്പം ഒരു ന്യൂട്രീഷനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അയാൾ കൊടുക്കുന്ന ഫുഡിൽ നിന്നും മാക്സിമം ന്യൂട്രീഷണൽ വാല്യൂ കിട്ടണം. അപ്പം അവിടെ മാക്സിമം എന്നുള്ള രീതി. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് മാക്സിമം അല്ലെങ്കിൽ മിനിമം, നമ്മൾ എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ്, നമുക്ക് എന്താ അവിടെ ആവശ്യം, മാക്സിമം പ്രോഫിറ്റ് കിട്ടുക, അല്ലെങ്കിൽ മിനിമം കാശിൽ എൻ്റെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക, മാക്സിമം ന്യൂട്രീഷൻ വാല്യൂ കിട്ടുക, മാക്സിമം കാലറി കിട്ടുക, ഒരു ഡയറ്റീഷ്യനെ സംബന്ധിച്ച്. അപ്പോൾ ഇങ്ങനെ സിറ്റുവേഷൻ അനുസരിച്ച് മാക്സിമം ഓർ മിനിമം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്ന ഇക്വേഷനെ പറയുന്ന പേരാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അപ്പം എനിക്ക് നമ്മളിപ്പോൾ പ്രോജക്റ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ അതിന് നമ്മൾ 3-4 കൺസ്ട്രെയിൻറ്റ് എടുത്തല്ലോ. നമ്മുടെ കൺസ്ട്രെയിൻറ്റ് ടൈമിന് തീർക്കുക എന്നുള്ളതൊരു കൺസ്ട്രെയിൻ്റ് ആണ്. പിന്നെ സാധനങ്ങൾ എന്തൊക്കെ വാങ്ങണം എന്നുള്ളതൊരു കൺസ്ട്രെയിൻ്റ് ആണ്. പിന്നെ നമ്മുടെ പ്രോജക്റ്റ് റിപ്പോർട്ട് ടൈപ്പ് ചെയ്യുക, നമ്മൾ 3-4 പേര് ചേർന്നിട്ട് ആ പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് ഓരോരോ കൺസ്ട്രെയിൻ്റ് ആയിട്ടും എടുക്കും. ഇത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ്. ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമം ഒപ്റ്റിമം വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ കൺസ്ട്രെയിൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ കഥയായിട്ട് പറഞ്ഞിരിക്കും. കഥയിൽ ഇതേപോലെ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണോ ആ ഒബ്ജക്റ്റീവിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇക്വേഷനെയാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ആ കൺസ്ട്രെയിൻസ് എപ്പോഴും ഇങ്ങനത്തെ ഫോമിലായിരിക്കും. A11x1 + A12x2 + etc. + A1nxn. ഇത് ജനറൽ ഫോമാണ് ഞാനിപ്പോൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇത് എങ്ങനെ ഇപ്പോൾ ഓർത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ മെട്രിക്സിനകത്ത് ഫസ്റ്റ് എലമെൻറ്റ് എന്തുവാണോ നിങ്ങളെ A11, A12, A13 etc. A1n. അതുപോലെ A21, A22, A23 etc. A2n.
ലാസ്റ്റ് എങ്ങനെയായിരിക്കും AM1, AM2, AM3 എക്സെട്ര AMN. ഇങ്ങനെ നമ്മൾ മെട്രിക്സ് എഴുതുക. ഈ മെട്രിക്സിലെ ഓരോ എലമെൻസിനെയാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. A11 X1 പ്ലസ് A12 X2 ഏറ്റവും അവസാനത്തെ എലമെൻ്റാണ് ഇത് എഴുതിയിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ്, ആ കോൺസ്റ്റൻറ്റിനെ B1 B2 എക്സെട്ര BM എന്ന് കൊടുത്തിട്ടുണ്ട്. എന്തിനാ ഈ ലെസ് ദാൻ എന്നുള്ളത് ജനറൽ ഫോം ആയതുകൊണ്ടാണ് ഞാൻ ലെസ് ദാൻ എന്ന് ഇട്ടേക്കുന്നത്. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജനറൽ ഫോം ഓഫ് LPP എന്ന് ഒരു ഇൻഇക്വാലിറ്റി, അത് നീ ലെസ് ദാൻ ആയിരിക്കാം അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ആയിരിക്കാം. പക്ഷേ നമ്മൾ ജനറൽ ഫോം പറയുമ്പോൾ എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് പറയുക. ഓക്കെ, ഒരിക്കലും ഈക്വൽ ടു എന്ന് പറഞ്ഞ് നിർത്തരുത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു B1. അതേപോലെ ഈ രണ്ടാമത്തെ റോയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു B2. ഏറ്റവും അവസാനത്തെ റോയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൽ X1 X2 എല്ലാം വേരിയബിൾസ് ആണ്. ഈ വേരിയബിൾസ് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഇത് ജനറൽ ഫോം ഓഫ് LPP. അപ്പോൾ നമുക്ക് ഫോർമേഷൻ ഓഫ് LPP എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലൊരു ഇക്വേഷൻ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും ഇതുപോലെ കുറേ കൺസ്ട്രെയിൻസും ഉണ്ടാക്കിയെടുക്കണം തന്നിട്ടുള്ള കണ്ടീഷനിൽ നിന്ന്. ഇതിൽ ഈ X1 X2 എക്സെട്ര Xn പറയുന്ന ഡിസിഷൻ വേരിയബിൾസ് എന്നാണ്. ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ കോയിഫിഷ്യൻ്റ് ഇല്ലേ X1 X2ൻ്റെ, ആ കോയിഫിഷ്യൻ്റ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോയിഫിഷ്യൻ്റ് ഞാനിവിടെ C1 C2 എക്സെട്ര C എന്ന് ഇട്ടേക്കുന്നത്. AIJ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മെട്രിക്സിനകത്തുള്ള ആൾക്കാരെന്ന് പറഞ്ഞില്ലേ, അത് കൺസ്ട്രെയിൻഡ് കോയിഫിഷ്യൻറ്റ്. B1 B2 എക്സെട്ര എന്നുള്ള സിമ്പലിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഒരു ഇൻഇക്വാലിറ്റിയുടെ ഒരു കൺസ്ട്രെയിൻറ്റ് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള കോൺസ്റ്റൻസിനെയാണ് നമ്മൾ അങ്ങനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ജനറൽ ഫോം ഓഫ് LPP എന്ന് പറയുന്നത്. ഇങ്ങനൊരു LPP ഫോം ചെയ്യണം. വേണമെങ്കിൽ നമുക്ക് 3 മാർക്കിന് റൈറ്റ് ദ ജനറൽ ഫോം ഓഫ് LPP എന്ന് ചോദിക്കാം. ഇത് തിയറി ചോദിക്കില്ലെന്ന് എൻ്റെ വിശ്വാസം. ഓക്കെ, എന്നാൽ ഇതുപോലൊരു LPP എങ്ങനെ ഫോം ചെയ്തെടുക്കാം? അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് മെയിനായിട്ട് ഫോർമേഷൻ ഓഫ് LPP എന്നും ടോപ്പിക്കിനകത്ത് കിടപ്പുണ്ട്, സൊല്യൂഷൻ ഓഫ് LPP എന്നും ടോപ്പിക്കിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അതിൽ ഫോർമേഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ തന്നെ ഫോം ആൻഡ് സോൾവ് എന്ന് പറഞ്ഞും ചോദിക്കാം കേട്ടോ. സൊല്യൂഷൻ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒറ്റ മെത്തേഡേ ഉള്ളൂ. ആ മെത്തേഡിൻ്റെ പേരാണ് ഗ്രാഫിക്കൽ മെത്തേഡ്. നാളെ എക്സാം ഇതിന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറയുന്നുണ്ടെന്ന് എല്ലാം ഒന്നിച്ചിപ്പോഴും ഞങ്ങൾ പറയുന്നത്. സൊല്യൂഷൻ എന്ന് പറയുന്നത് ചെയ്യുന്നത് ഗ്രാഫിക്കൽ മെത്തേഡ്, അതല്ലാതെ സിംപ്ലെക്സ് മെത്തേഡ് എന്നൊരു മെത്തേഡ് ഉണ്ട്, പക്ഷെ നമുക്കത് പഠിക്കാനില്ല. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇനി എന്തൊക്കെ പഠിക്കണം? ഒരു LPP ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പഠിക്കണം, പിന്നെ അതിനെ സോൾവ് ചെയ്യാനും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഉറപ്പാണ് സൊല്യൂഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഗ്രാഫിക്കൽ മെത്തേഡ് ഭയങ്കര ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. എക്സാമിന് എന്തായാലും ക്വസ്റ്റ്യനും ചോദിക്കാം. അപ്പോൾ നോക്കിയേ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതിയിരിക്കുകയാണ്. ഫോർമേഷൻ ഓഫ് LPP. എ മാനുഫാക്ചറർ പ്രൊഡ്യൂസസ് 2 പ്രോഡക്ട്സ് P1 ആൻഡ് P2. ഒരു മാനുഫാക്ചറർ രണ്ട് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുമ്പോൾ ഇതുപോലത്തെ വലിയ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒന്നും മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വായിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു മാനുഫാക്ചറർ 2 പ്രോഡക്ട്സ് ഉണ്ടാക്കുകയാണ്. ആ 2 പ്രോഡക്ട്സിൻ്റെ പേരെന്തുവാണ്? P1 ഉം P2. ഈച്ച് പ്രോഡക്റ്റ് റിക്വയർസ് ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് റിസോഴ്സസ്. ഈ P1 എന്ന് പറഞ്ഞ പ്രോഡക്റ്റും P2 എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് റിസോഴ്സസ് വേണം. ഈ ചില ടെക്സ്റ്റ് ബുക്കിനകത്ത് P1 P2, ചിലതിനകത്ത് M1 M2, ചില ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇതേ സ്ഥലത്ത് AB എന്ന് പറയും, ആൽഫ ബീറ്റ എന്ന് പറഞ്ഞ് കിടക്കും. നമ്മുടെ സെയിം കഥ സിറ്റുവേഷൻ മാറ്റിയിട്ടായിരിക്കും മിക്ക ക്വസ്റ്റ്യനിലും ചോദിക്കുന്നത്. അപ്പോൾ ഒരു മാനുഫാക്ചറിൻ്റെ കാര്യമാണ് പറയുന്നത്. അയാൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് എന്തുവാണ്? P1 P2. ഞാൻ എഴുതി വെച്ചു P1 എന്നും P2. അത് ഉണ്ടാക്കാനായിട്ട് എന്ത് വേണം? ഈച്ച് പ്രോഡക്റ്റ് റിക്വയർസ് ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് റിസോഴ്സസ്. പല റിസോഴ്സസ് വേണം. ഇപ്പോൾ റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചിലപ്പം പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെറ്റീരിയൽ വേണം, അല്ലെങ്കിൽ മാൻ പവർ വേണം. ഇതൊക്കെ റിസോഴ്സാണ്. പിന്നെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് വേണം. ഇതൊക്കെ റിസോഴ്സാണ്. അപ്പം നമുക്ക് ഇവിടെ പറയുന്നത് പ്രോഡക്റ്റ് റിക്വയർസ് ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് റിസോഴ്സസ്. ഓക്കെ, പ്രോഫിറ്റ് ഫ്രം പ്രോഡക്റ്റ് P1 ഈസ് ₹300. P1ൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 300 ആണ്. P2ൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 500 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഒരു പ്രോഡക്റ്റ് P1 എന്ന് പറയുന്ന പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ നമുക്ക് ₹300 ലാഭം കിട്ടുകയും P2 എന്ന് പറയുന്ന പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ നമുക്ക് ₹500 ലാഭം കിട്ടുകയും ചെയ്യും. ടോട്ടൽ റിസോഴ്സ് അവൈലബിൾ ഈസ് 4 യൂണിറ്റ്സ് ഓഫ് റിസോഴ്സ് 1 ആൻഡ് 6 യൂണിറ്റ്സ് ഓഫ് റിസോഴ്സ് 2. ഇവിടെ ശ്രദ്ധിച്ചോ, ഇപ്പോഴാണ് ആദ്യമായിട്ട് പറയണത്. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ഡിഫറെൻറ്റ് റിസോഴ്സ് വേണമെന്ന് സെക്കൻഡ് ലൈനിൽ പറഞ്ഞിട്ട് ഇവിടെ പറയുവാണ് ടോട്ടൽ റിസോഴ്സ് അവൈലബിൾ ഈസ് 4 യൂണിറ്റ്സ് ഓഫ് റിസോഴ്സ് 1. റിസോഴ്സ് 1ൽ 4 യൂണിറ്റ്, റിസോഴ്സ് 1 4 യൂണിറ്റ് അവൈലബിൾ ആണ്. റിസോഴ്സ് 2 യൂണിറ്റ് അവൈലബിൾ ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റിസോഴ്സ് 1ഉം റിസോഴ്സ് 2ആണ് ഇവിടുത്തെ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ. റിസോഴ്സ് 1ഉം റിസോഴ്സ് 2. അതിൽ റിസോഴ്സ് 1 4 യൂണിറ്റ്, റിസോഴ്സ് 2 യൂണിറ്റ്. ഞാൻ സൈഡിൽ മാർക്ക് ചെയ്തിട്ടു. P1 റിക്വയർസ് 1 യൂണിറ്റ് ഓഫ് റിസോഴ്സ് 1 ആൻഡ് 2 യൂണിറ്റ്സ് ഓഫ് റിസോഴ്സ് 2. P1 എന്ന് പറയുന്ന പ്രോഡക്റ്റിൽ റിസോഴ്സ് 1ൽ നിന്ന് എത്ര വേണം? റിസോഴ്സ് 1ൽ നിന്ന് 1 യൂണിറ്റും റിസോഴ്സ് 2 യൂണിറ്റ്സ് ഓഫ് റിസോഴ്സ് 2. P1 എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് റിസോഴ്സ് 1ൽ നിന്ന് 1 യൂണിറ്റ് വേണം, റിസോഴ്സ് 2ൽ നിന്ന് 2 യൂണിറ്റും വേണം. വെയർ ആസ് P2 റിക്വയർസ്, P2 എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോഴേക്കും നമുക്ക് എന്താ വേണ്ടത്? 2 യൂണിറ്റ്സ് ഓഫ് റിസോഴ്സ് 1.
റിസോഴ്സ് 1ൻ്റെ 2 യൂണിറ്റ് വേണം, 1 യൂണിറ്റ് ഓഫ് റിസോഴ്സ് 2, 1 യൂണിറ്റ് ഓഫ് റിസോഴ്സ് 2, റിസോഴ്സ് 2ൻ്റെ യൂണിറ്റ്. ഇത് P2 എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഓക്കെ, ഫോം എ ലീനിയർ പ്രോഗ്രാമിംഗ്. ഇത് നമ്മളോട് പറയുകയാണ്, ഈ പറഞ്ഞ കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഉണ്ടാക്കണം സച്ച് ദാറ്റ് ദ പ്രോഫിറ്റ് ഈസ് മിനിമം. റിസോഴ്സ് 1ഉം റിസോഴ്സ് 2ഉം എത്ര ഉണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പ്രോഡക്റ്റ് 1ഉം പ്രോഡക്റ്റ് 2നും എത്ര വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള കണ്ടീഷനിൽ നിന്ന് നമ്മുടെ ജോലി എന്തുവാണ്? മാക്സിമം പ്രോഫിറ്റ് കിട്ടണം. P1ഉം P2ഉം വയ്ക്കുമ്പോൾ മാക്സിമം പ്രോഫിറ്റ് കിട്ടണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു LPP ഉണ്ടാക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഉണ്ടാക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കണ്ടോ, ഫോം എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താ? LPP ഫോം ചെയ്യണം. ഓക്കെ, അപ്പോഴേ ഈ ഒരു 4ഉം 2ഉം എൻ്റെ അടുത്ത് ഇവിടെ പറഞ്ഞു. പ്രോഡക്റ്റ് P1 ഉണ്ട്, അതുപോലെ R1 R2 എന്ന് പറഞ്ഞ 2 റിസോഴ്സ് ഉണ്ട്. പ്രോഫിറ്റ് എന്ന് പറയുന്ന സാധനത്തിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. പ്രോഡക്റ്റ് 1 വിൽക്കുമ്പോൾ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെന്ന്? ₹300 കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. പ്രോഡക്റ്റ് 2 വിൽക്കുമ്പോൾ നമുക്ക് ₹500 കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ഒരു കാര്യം കൂടെ അവർ പറയുന്നുണ്ടായിരുന്നു. റിസോഴ്സ് 1 എന്ന് പറയുന്നത് മൊത്തം നമ്മുടെ കയ്യിൽ എത്ര അവൈലബിൾ ആയിട്ടുള്ളത്? ടോട്ടൽ റിസോഴ്സ് അവൈലബിൾ ഈസ് 4 യൂണിറ്റ്സ് ഓഫ് റിസോഴ്സ് 1. റിസോഴ്സ് 1 4 യൂണിറ്റേ നമ്മുടെ കയ്യിലുള്ളൂ. അതിൽ 1 യൂണിറ്റ് വേണ്ടി വരും പ്രോഡക്റ്റ് P1 ഉണ്ടാക്കാൻ. 2 യൂണിറ്റ്, ഒരു P2 എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ 2 റിസോഴ്സ് 1 വേണ്ടി വരും. റിസോഴ്സ് 1 എന്ന് പറയുന്നത് ഇപ്പോൾ സപ്പോസ് ഒരു ബക്കിളാണെങ്കിൽ അതിൽ 2 എണ്ണം വേണ്ടി വരും പ്രോഡക്റ്റ് 2 ഉണ്ടാക്കാൻ. ഒരു ബക്കിൾ മതി പ്രോഡക്റ്റ് 1 ഉണ്ടാക്കാൻ. പ്രോഡക്റ്റ് 1 വിറ്റാൽ 300 രൂപ കിട്ടത്തുള്ളൂ, പ്രോഡക്റ്റ് 2 വിറ്റാൽ 500 രൂപ കിട്ടും. ഈ പറഞ്ഞ കണ്ടീഷൻ, ഈ കൺസ്ട്രെയിൻസ് എല്ലാം കൂടെ ചേർത്തിട്ട് മാക്സിമം പ്രോഫിറ്റ് എങ്ങനെ ഉണ്ടാക്കാം. രണ്ടാമതൊരു കാര്യം കൂടെ പറയുന്നുണ്ടല്ലോ, റിസോഴ്സ് 2 എത്രയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ? 6 ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ. ഇതെങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് ഒരു LPP ഉണ്ടാക്കാം? അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ പ്രോഫിറ്റ് എന്നും നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വാങ്ങിക്കണം. പ്രോഫിറ്റ് ഈസ് മാക്സിമം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാവും നമുക്ക് എന്തുകൊണ്ട് വേണ്ടത്. നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം Z is equal to C1 x1 plus C2 x2 എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ എഴുതിയില്ലേ, അതുപോലെ Z എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താ? കാശുമായിട്ട് റിലേറ്റ് ചെയ്ത്. പ്രോഡക്റ്റ് 1 വിൽക്കുമ്പോൾ എത്ര രൂപ കിട്ടും? 300 രൂപ. പ്രോഡക്റ്റ് 2 വിൽക്കുമ്പോൾ എത്ര കിട്ടും? 500 രൂപ. സോ എൻ്റെ പ്രോഡക്റ്റ് 1നെയാണ് ഞാൻ x1 എന്ന് എടുക്കുന്നത്, പ്രോഡക്റ്റ് 2നെയാണ് ഞാൻ x2 എന്ന് എടുക്കുന്നത്. അപ്പം x1 പ്രോഡക്റ്റ് 1 ഇൻറ്റു 300. ഓക്കെ, 300 ഇൻറ്റു പ്രോഡക്റ്റ് 1നെയാണ് ഞാൻ x1 എന്ന് വിളിച്ചത്, പ്ലസ് 500 ഇൻറ്റു x2. ഇതാണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻറ്റ് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം, സബ്ജക്റ്റ് ടു എന്ന് എഴുതണം. സോ ഇത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇതിന് കൺസ്ട്രെയിൻസ് ആണ് എഴുതേണ്ടത്. ഇവിടുത്തെ കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ്? നമ്മുടെ റിസോഴ്സാണ് നമ്മുടെ കൺസ്ട്രെയിൻ. ഈ പ്രോഡക്റ്റ് 1ഉം 2ഉം ഉണ്ടാക്കാനായിട്ട് റിസോഴ്സ് 1 എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം? അപ്പോൾ റിസോഴ്സ് 1ൽ പറയുന്നത് എന്തുവാണ്? പ്രോഡക്റ്റ് 1 ഉണ്ടാക്കാനായിട്ട് എനിക്ക് 1 യൂണിറ്റ് കൊടുത്താൽ മതി. സപ്പോസ് എൻ്റെ കയ്യിലുള്ളൊരു ബക്കിളാണെങ്കിൽ 1 ബക്കിൾ കൊടുത്താൽ മതി. പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ 2 ബക്കിൾ കൊടുക്കണം. എൻ്റെ കയ്യിൽ എത്രയേ ഉള്ളൂ? മൊത്തം 4 ബക്കിളേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെ എഴുതേണ്ടത്? 1 ഇൻറ്റു x1. ഇതിങ്ങനെ എഴുതാൻ എളുപ്പത്തിലാണ് ഞാൻ ഈ ടേബിൾ വരയ്ക്കുന്നത്. 1 ഇൻറ്റു x1 പ്ലസ് 2 ഇൻറ്റു x2. മൊത്തം റിസോഴ്സ് എൻ്റെ കയ്യിൽ എത്രയുള്ള? 4. അപ്പം ഈക്വൽ ടു എന്നുള്ള സിമ്പിളാണോ ഇടേണ്ടത്? ലെസ് ദാൻ ആണെന്നാണോ ഇടേണ്ടത്? ഗ്രേറ്റർ ദാൻ ആണോ ഇടേണ്ടത്? അത് ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. എല്ലാ സമയത്തും സംഭവിക്കില്ല. മാക്സിമൈസ് എന്ന് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതുമ്പോഴെല്ലാം നമ്മുടെ കൺസ്ട്രെയിനകത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ട സിമ്പിൾ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. മിനിമൈസ് എന്നാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതണമെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള സിമ്പിളാണ് യൂസ് ചെയ്യേണ്ടത്. ഇതൊരു ബോക്സിനകത്ത് എൻ്റെ കുഞ്ഞുങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്ക് കേട്ടോ. ഇതൊരു എളുപ്പവഴി പറഞ്ഞു തന്നെയാണ്. ചില സമയങ്ങളിൽ നമുക്കിത് മാറ്റേണ്ടി വരും, പക്ഷേ മെജോറിറ്റി കേസിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. മാക്സിമൈസ് എന്ന് പറയുമ്പോൾ കൺസ്ട്രെയിനിൽ എന്ത് സിമ്പിൾ ഇടണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു. മിനിമൈസ് എന്ന് പറയുമ്പോഴേക്കും കൺസ്ട്രെയിനകത്ത് എന്താ വരേണ്ടത്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇവിടെ നോക്കിക്കേ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ 4 റിസോഴ്സേ ഉള്ളൂ. 4ൽ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. റിസോഴ്സ് 4 ബക്കളേ ഉള്ളൂ എങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് 1ഉം 2ഉം കൂടെ ഉണ്ടാക്കാനായിട്ട് മാക്സിമം 4 എണ്ണേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള സിമ്പലേ അവിടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. മാക്സിമം 4 വരെ യൂസ് ചെയ്യാം. 4ൽ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ലെസ് ദാൻ 4 ആവാം. 3 എണ്ണം യൂസ് ചെയ്താൽ നമുക്ക് നിർത്താം. ഒരാൾക്ക് 2 എണ്ണം കൊടുത്ത് മറ്റൊരാൾക്ക് 1 നിർത്താം. അല്ലെങ്കിൽ 4ഉം പ്രോഡക്റ്റ് 1 ഉണ്ടാക്കിയാൽ മതി. 1 1 1 എന്നുള്ള രീതിയിൽ വേണമെങ്കിലും കൊടുക്കാം. അതാണ് പറഞ്ഞത് മാക്സിമം നമുക്ക് 4 വരെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ സിമ്പിൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇനി രണ്ടാമത്തെ കൺസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞാൽ റിസോഴ്സ് 2 ആണ്. അപ്പോൾ റിസോഴ്സ് 2 പറയുന്നത് എന്താ? 2 ആണ്. ഇപ്പോൾ റിസോഴ്സ് 2 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലെതർ ആണെന്ന് വിചാരിക്കും. അപ്പം പ്രോഡക്റ്റ് 1 ഉണ്ടാക്കാൻ 2 എണ്ണം കൊടുക്കാം നമുക്ക് ലെതർ. 2 ഇൻറ്റു x1 പ്ലസ് 1 ഇൻറ്റു x2. 1 ഇൻറ്റു x2ന് വെറും x2 എന്ന് എഴുതിയാലും മതി. എന്താ ഇവിടെ സിമ്പിൾ വരേണ്ടത്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു. കാരണം നമ്മുടെ കയ്യിൽ എത്രയേ ഉള്ളൂ? അത് 6 ഉള്ളൂ. ഇപ്പോൾ ലെതർ ആണെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ആണെങ്കിൽ മെറ്റീരിയൽ 6 മെറ്റീരിയൽ ഉള്ളൂ. ആ മെറ്റീരിയലിനെ നമുക്ക് ഇങ്ങനെ ഈ ഒരു ഇക്വേഷനിൽ പോലെ
ഡിവൈഡ് ചെയ്യാം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. തീർന്നില്ല, LPP കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇതിനകത്തുള്ള വേരിയബിൾ ഇല്ലേ, ഡിസിഷൻ വേരിയബിൾ, ആ വേരിയബിൾ x1, x2 എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതൊരിക്കലും നെഗറ്റീവ് ആവത്തില്ല. ഈ വേരിയബിൾസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താ, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഒരിക്കലും നെഗറ്റീവ് പ്രോഡക്റ്റ് എന്ന് പറയില്ലല്ലോ, അതെപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഇതാണ് LPP. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തീരുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇതുപോലൊരു കഥ തന്നിട്ട് ഫോം LPP ആൻഡ് സോൾവ് എന്ന് പറഞ്ഞുകൂടെ ചോദിക്കാം. ഫോം LPP ആൻഡ് സോൾവ്. അപ്പോൾ സൊല്യൂഷൻ നമ്മൾ ചെയ്യുന്നത് എങ്ങനെ, ഗ്രാഫിക്കൽ മെത്തേഡ്. ഇതുപോലെ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് ഈ ഇക്വേഷന് നമുക്ക് ഫിഗറായിട്ട് വരച്ച് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് എത്തണം. അപ്പോൾ സൊല്യൂഷൻ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാക്സിമം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസാണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് എന്തുവാണ് LPP ഫോം ചെയ്യാമെന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് സ്പീഡിലാണ് പറഞ്ഞെങ്കിൽ ഒന്ന് സ്പീഡ് കുറച്ച് എൻ്റെ കുഞ്ഞുങ്ങളൊന്ന് കേൾക്കണം, മനസ്സിലാക്കി എടുക്കാൻ മാക്സിമം ഒന്ന് ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ കുഞ്ഞുങ്ങളെ. വീണ്ടും ഞാൻ മാനുഫാക്ചറിൻ്റെ പ്രോബ്ലം, നമ്മളിപ്പോൾ ചെയ്തത് മാനുഫാക്ചറിൻ്റെ പ്രോബ്ലം. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ സെയിം കഥ പോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്കും കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നിങ്ങളുടെ പ്രിസ്ക്രൈബ് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യനാണ്. എ മാനുഫാക്ചർ പ്രൊഡ്യൂസേഴ്സ് ഹീറ്റേഴ്സ് ഓഫ് ടൈപ്പ് S and L. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ പ്രോഡക്റ്റ് എന്ന് P1 P2 എന്നുള്ളതിന് പകരം ഇവിടെ എന്ത് പറഞ്ഞു, S എന്നും L എന്നും പറഞ്ഞിട്ടുള്ള രണ്ട് പ്രോഡക്റ്റ് ഒരു മാനുഫാക്ചർ ഉണ്ടാക്കുകയാണ്. ദ ഹോൾസെയിൽ പ്രൈസ് ഈസ് ₹400 പെർ ഹീറ്റർ. ഓക്കെ, ഹോൾസെയിൽ പ്രൈസ് ഓരോ ഹീറ്ററിൻ്റെയും പ്രൈസ് എന്താണ്, S എന്ന് പറയുന്ന ഹീറ്ററിന് നമുക്ക് എത്ര കിട്ടുന്നു, ₹400 കിട്ടുന്നുണ്ട്. അതുപോലെ L എന്ന് പറയുന്ന ഹീറ്ററിനാണെങ്കിൽ ₹880 കിട്ടുന്നുണ്ട്. 2 time constraint results from the use of 2 machines M1 and M2. നമ്മുടെ കയ്യിൽ 2 മെഷീനാണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്തോ ഞാൻ എഴുതിയപ്പോൾ വന്ന മിസ്റ്റേക്കാണ്. 2 മെഷീൻസാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ മെഷീൻസിൻ്റെ പേരെന്തുവാണ്, M1 M2. കഴിഞ്ഞ പ്രോബ്ലത്തിനകത്ത് റിസോഴ്സ് 1 റിസോഴ്സ് 2 എന്ന് പറഞ്ഞ പോലെ ഇവിടെ M1 M2. 1 need 2 minutes for an S heater and 8 minutes for an L heater. ഓക്കെ, ഇതിനകത്ത് ഒരു മെഷീൻ 2 minutes ഓഫ് മെഷീൻ 1 എന്തിനു വേണം, S ഹീറ്റർ ഉണ്ടാക്കാനായിട്ട് വേണം. അപ്പോൾ S എന്ന് പറയുന്ന ഹീറ്റർ ഉണ്ടാക്കാനായിട്ട് മെഷീൻ 1 എത്ര മിനിറ്റ് എടുക്കും, 2 മിനിറ്റ് വേണം. അതേപോലെ തന്നെ L എന്ന് പറയുന്ന ഹീറ്റർ ഉണ്ടാക്കാനായിട്ട് മെഷീൻ 1ൻ്റെ 8 minutes നമുക്ക് വേണം. ഓക്കെ, ഫോർ ആൻഡ് L ഹീറ്റർ ഓൺ M2 1 needs, സോറി ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വയ്ക്കാം. M1 1 needs 2 minutes for an S. M1 എന്ന് പറയുന്ന മെഷീന് 2 മിനിറ്റ് വേണം S ഹീറ്റർ ഉണ്ടാക്കാൻ. ഓക്കെ, അതേപോലെ 8 മിനിറ്റ് വേണം L ഹീറ്റർ ഉണ്ടാക്കാൻ. സോ ഇവിടെയാണ് 8 ഇടേണ്ടത്, ഞാൻ എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്. M1 എന്ന് പറയുന്ന മെഷീനിൽ നമുക്ക് എന്താ വേണ്ടത്, 2 മിനിറ്റ് S ഹീറ്ററിനാണെങ്കിൽ 8 മിനിറ്റ് L എന്ന് പറയുന്ന ഹീറ്ററിന് വേണം. M2 എന്ന് പറയുന്ന മെഷീനാണെങ്കിൽ നീഡ്സ് 5 മിനിറ്റ്, ഇത് മിനിറ്റ്സ് ആണ്, 2 മിനിറ്റ്സ് ആണ്, 8 മിനിറ്റ്സ് ആണ്. ഓക്കെ, ഇവിടെ എന്താ വേണ്ടത്, രണ്ടാമത്തെ മെഷീൻ 2 എന്ന് പറയുന്നതിൽ 5 മിനിറ്റ് വേണം S ഹീറ്ററിന്, 5 മിനിറ്റ്സ് വേണം. തീർന്നില്ല, അതുപോലെ 2 മിനിറ്റ് വേണം L എന്ന് പറയുന്ന ഹീറ്റർ ഉണ്ടാക്കാൻ. ഒന്നുകൂടെ വായിക്കാം, ക്വസ്റ്റ്യൻ വായിക്കുന്നതിനൊപ്പം ഞാൻ ടേബിൾ അങ്ങ് ഫില്ല് ചെയ്യായിരുന്നു. ഒരു മെഷീൻ 2 തരത്തിലുള്ള ഹീറ്റർ ഉണ്ടാക്കുന്നുണ്ട്, S എന്നും L എന്നുമാണ് എൻ്റെ പേര് കൊടുത്തത്. ഇത് ഉണ്ടാക്കാനായിട്ട് 2 മെഷീൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ, M1 എന്നും M2 എന്നുമാണ് മെഷീൻ്റെ പേര്. ഈ മെഷീൻ 1ൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 മിനിറ്റ് വേണം. S എന്ന് പറയുന്ന ഹീറ്റർ ഉണ്ടാക്കാനായിട്ട് 2 മിനിറ്റ് വേണ്ടി വരും. L എന്ന് പറയുന്ന ഹീറ്റർ ഉണ്ടാക്കുന്ന പ്രോസസ്സിന് 8 മിനിറ്റ്സും മെഷീൻ 1 യൂസ് ചെയ്യേണ്ടി വരും. മെഷീൻ 2 ആണെങ്കിലോ S എന്ന് പറയുന്ന ഹീറ്റർ ഉണ്ടാക്കാനായിട്ട് 5 മിനിറ്റ്സ് യൂസ് ചെയ്യേണ്ടി വരും. L എന്ന് പറയുന്ന ഹീറ്റർ ഉണ്ടാക്കാനായിട്ട് 2 മിനിറ്റ്സും യൂസ് ചെയ്യേണ്ടി വരും. ഇനി ക്വസ്റ്റ്യൻ എന്താ പറയുക, ഡിറ്റർമൈൻ ദ പ്രൊഡക്ഷൻ ഫോർ S and L. S and L എന്ന് പറഞ്ഞ ഹീറ്റർ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ കണ്ടുപിടിക്കണം റെസ്പെക്റ്റീവ്ലി, സോ ദാറ്റ് ഹവർലി റവന്യൂ ഈസ് മാക്സിമം. റവന്യൂ മാക്സിമം ആവുന്ന രീതിയിൽ നമുക്ക് എന്തുണ്ടാക്കണം, നമുക്ക് ഈ ഹീറ്ററിൻ്റെ LPP ഫോം ചെയ്യണം. ഡിറ്റർമൈൻ പ്രൊഡക്ഷൻ ഫോർ S and L. എസും എല്ലും ഉണ്ടാക്കാനുള്ള പ്രൊഡക്ഷൻ കണ്ടുപിടിക്കുക, സച്ച് ദാറ്റ് അവരുടെ റവന്യൂ, ഹവർലി റവന്യൂ എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കണം. ഓക്കെ, നമുക്ക് ഇതിനകത്തുനിന്ന് LPP ഫോം ചെയ്യാം. അപ്പോൾ LPP ഫോം ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വേണം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മാക്സിമൈസ് ഇസ് ഈക്വൽ ടു, ടീച്ചറിൻ്റെ എങ്ങനെ മനസ്സിലായത് മാക്സിമൈസ് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. റവന്യൂ മാക്സിമം ആവുന്നത്, പ്രോഫിറ്റ് മാക്സിമം, ന്യൂട്രീഷൻ മാക്സിമം, ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിക്കുന്നത് അതനുസരിച്ചാണ് ഞാൻ മാക്സിമം അല്ലെങ്കിൽ മിനിമം എന്ന് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ മാക്സിമൈസ് ഇസ് ഈക്വൽ ടു S എന്ന് പറയുന്ന ഹീറ്ററിന് ഞാൻ X1 എന്നും L എന്ന് പറയുന്ന ഹീറ്ററിന് ഞാൻ X2 എന്നും എടുത്താൽ പ്രോഫിറ്റ് എങ്ങനെ പറയാം, 400 ഇൻറ്റു S1 എന്ന് പറയുന്ന ഹീറ്റർ
വിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് 400 രൂപ. അതിന് X2 എന്ന് പറയുന്ന ഹീറ്റർ വിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് 880 രൂപ. സോ 880 ഇൻറ്റു X2 ഇതാണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് നമ്മൾ എന്ത് ചെയ്യണം? സബ്ജക്റ്റ് ടു സം കൺസ്ട്രെയിൻ്റ് ആയിരിക്കും. ആ കൺസ്ട്രെയിൻ്റ് എന്ന് പറഞ്ഞാൽ മെഷീനിനെ ഡിപ്പെൻഡ് ചെയ്താൽ വരണം. അപ്പോഴേ മെഷീൻ 1ന് എത്ര മിനിറ്റ് വേണം? നമ്മുടെ കയ്യിൽ എസ് ഉണ്ടാക്കാനായിട്ട് 2 മിനിറ്റ് വേണ്ടി വരും. L എന്ന് പറഞ്ഞാൽ ഹീറ്റർ ഉണ്ടാക്കാനായിട്ട് 8 മിനിറ്റ് വേണ്ടി വരും. അപ്പോഴേ ഒരു കൺസ്ട്രെയിൻ്റ് എഴുതുമ്പോൾ അവിടെ ലെസ് ദാൻ എന്നല്ലെങ്കിൽ മാക്സിമൈസ് എന്ന് വന്നാൽ ലെസ് ദാൻ എന്നൊക്കെ ടീച്ചർ നേരത്തെ പറഞ്ഞല്ലേ. ആ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് എഴുതേണ്ട ആൾ എവിടെ പോയി? അത് നമുക്ക് ആലോചിക്കാം. മെഷീൻ 1ൽ എസ് ഉണ്ടാക്കാൻ എത്ര മിനിറ്റ് വേണ്ടി വരും? 2 ഇൻറ്റു X1. അതാണ് ഈ 2 ഇൻറ്റു X1 പ്ലസ് 8 ഇൻറ്റു X2. മാക്സിമൈസ് വന്നാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതണമെന്ന് പറഞ്ഞു. ഓക്കെ, അതൊക്കെ എഴുതാം. ഇപ്പുറത്ത് എന്താ എഴുതേണ്ടേ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കുക. എന്തെങ്കിലും മെഷീനിൽ മൊത്തം എത്ര മിനിറ്റ് നമ്മുടെ കയ്യിലുണ്ട് എന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഒരിക്കൽ കൂടെ വായിച്ചു നോക്കാം. ദ മാനുഫാക്ചർ പ്രൊഡ്യൂസ് ഹീറ്റർ ഓഫ് ടൈപ്സ് എസ് ആൻഡ് എൽ. ഓക്കെ, ഹോൾസെയിൽ പ്രൈസ്. അടുത്ത പ്രൈസിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ടൈമിൻ്റെ കാര്യം പറഞ്ഞില്ല. ടൈം കൺസ്ട്രെയിൻസ് റിസൾട്ട്സ് ഫ്രം ദ യൂസ് ഓഫ് 2 മെഷീൻസ് M1 and M2. On M1 1 needs 2 minutes for an S heater and 8 minutes for an L heater. മെഷീൻ 1ന് ഹീറ്റർ എസും എല്ലും ഉണ്ടാക്കാനായിട്ടുള്ള ടൈമിനെ കുറിച്ച് പറഞ്ഞു. മെഷീൻ 2ന് എസും എല്ലും ഹീറ്റർ ഉണ്ടാക്കാനുള്ള ടൈമിനെ കുറിച്ച് പറഞ്ഞു. ഡിറ്റർമൈൻ ദ പ്രൊഡക്ഷൻ ഫോർ എസ് ആൻഡ് എൽ റെസ്പെക്റ്റീവ്ലി സോ ദാറ്റ് ദ ഹവർലി റവന്യൂ. വട്ടത്തിലിട്ട് വെച്ചു. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാണ്? ഇത് മിനിറ്റിൻ്റെ കാര്യമില്ലേ പറഞ്ഞേക്കണേ. എത്ര മിനിറ്റാവും നിങ്ങളെ? 60 മിനിറ്റ്സിൻ്റെ കാര്യം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കണേ. ഹവർലി റവന്യൂ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായി? 60 മിനിറ്റ്സിൻ്റെ കാര്യം. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മിനിറ്റിൻ്റെ കാര്യം എനിക്ക് 1 മണിക്കൂറിൻ്റെ കാര്യം എനിക്ക് പറയണം. ദാറ്റ് മീൻസ് 60 മിനിറ്റ്സിൻ്റെ കാര്യം. സോ മെഷീൻ 1 60 മിനിറ്റിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്താൽ മാക്സിമം പ്രോഫിറ്റ് കിട്ടും? അതാണ് ഈ കൺസ്ട്രെയിൻ്റ് ചെയ്തേക്കുന്നത്. ഈ ഒരു ഇക്വേഷനാണ് ആ കൺസ്ട്രെയിൻറ്റ് അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കൺസ്ട്രെയിൻറ്റ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെ വരും? 5 ഇൻറ്റു X1 പ്ലസ് 2 ഇൻറ്റു X2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതും 60 തന്നെ. കഴിഞ്ഞില്ല. എന്ത് വേരിയബിൾ ആയാലും അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നും കൂടെ എഴുതാൻ മറക്കരുത്. ഇതിനെയാണ് കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്നത്. ഇയാളെ പറയുന്ന പേരെന്തുവാണ്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. വേറെ കഥയൊന്നും എഴുതണ്ട. നമുക്കൊരു പ്രോബ്ലം കിട്ടുമ്പോൾ ഇതുപോലൊരു ടേബിൾ വരയ്ക്കുക. ഈ ടേബിളിന് മാർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ടേബിളിന് മാർക്കൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് വരയ്ക്കാൻ പറഞ്ഞത്. അത് വരച്ചാലാണ് നമുക്ക് ഇങ്ങനെ എടുത്ത് എഴുതാൻ എളുപ്പം. ഇതിൽ കുറച്ച് നമ്മൾ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ടേബിളൊക്കെ വരും. അത്രയും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റുന്ന രീതിയിൽ ജസ്റ്റ് 1-2 ക്വസ്റ്റ്യൻസ് കാണിച്ചു തരികയാണ് കേട്ടോ. ഇത് നിങ്ങളുടെ പ്രിസ്ക്രൈബ് ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ടായിരുന്ന ക്വസ്റ്റ്യനാണ്. അതിനകത്ത് ഇത് $4 $40 $88 എന്നൊക്കെ ആയിരുന്നു. ഞാൻ അതിനെ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. നോക്കിയോ ഞങ്ങളെ, മാനുഫാക്ചർ പ്രൊഡ്യൂസേഴ്സ് 2 types of models, M1 and M2. ഇത് വീണ്ടും മാനുഫാക്ചറിൻ്റെ കഥ തന്നെ. പ്രോഡക്റ്റ് ഞാനത് ആ പ്രോബ്ലം എങ്ങനെയൊക്കെ ഇപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടില്ലേ, കൺസ്ട്രെയിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന വാല്യൂ B1 B2 എന്നുള്ളത് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വാല്യൂ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് തന്നില്ല. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ എല്ലാ വാല്യൂവും തരുന്ന ടേബിളായിരുന്നു. പിന്നെ ഇത് തന്നില്ല. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഇരുത്തി വായിക്കണം. അത് തരാതെ ഒരിക്കലും ഇരിക്കത്തില്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഹിൻറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ തന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഉള്ള കാര്യമാണ് ഞാൻ ഓരോ ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരേ ടൈപ്പ് ക്വസ്റ്റ്യനിൽ തന്നെ എല്ലാം പറഞ്ഞു തരികയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിൽ എന്ത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഇതുപോലെ ടേബിൾ വരച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതുന്നുള്ളൊരു വിശ്വാസത്തിൽ. ഓക്കെ, എ മാനുഫാക്ചർ പ്രൊഡ്യൂസേഴ്സ് 2 types of models, M1 M2. ഓക്കെ, ഒരു മാനുഫാക്ചറുടെ കയ്യിൽ M1 എന്നും M2 എന്നും പറഞ്ഞ് 2 മോഡലുണ്ട്. ഇതേ ക്വസ്റ്റ്യൻ A എന്നും B എന്നും പറഞ്ഞും ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. ഈച്ച് മോഡൽ ഓഫ് ദ ടൈപ്പ് M1 റിക്വയർസ് 4 hours ഓഫ് ഗ്രൈൻഡിങ് ആൻഡ് 2 hours ഓഫ് പോളിഷിങ്. ഓരോ മോഡലിനും എത്ര M1 എന്ന് പറയുന്ന മെഷീൻ എത്ര റിക്വയർസ് 4 hours ഓഫ് ഗ്രൈൻഡിങ് ആൻഡ് 2 hours ഓഫ് പോളിഷിങ്. അപ്പോൾ ഗ്രൈൻഡിങ്ങും പോളിഷിങ്ങും ആണ് ഇവിടുത്തെ റിസോഴ്സസ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ റിസോഴ്സസ് എന്ന് പറഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ അത് നമുക്ക് എന്തായിട്ട് തന്നു? നമ്മുടെ മെഷീൻ M1 M2. അപ്പോൾ ഗ്രൈൻഡിങ്ങിനുള്ള മെഷീൻ, അതുപോലെ എന്തുവാണ് പോളിഷിങ്ങിനുള്ള മെഷീൻ. കഴിഞ്ഞ അതേ പ്രോബ്ലം തന്നെയാണ് വീണ്ടും തരുന്നത്. ആ കഥ മാറണം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ റിസോഴ്സ് എന്ന് പറഞ്ഞു, രണ്ടാമത്തേനകത്ത് മെഷീൻ എന്ന് പറഞ്ഞു. ഇപ്പോൾ ആ എന്താണ് റിസോഴ്സ് എന്ന് പറയുന്നത്? ഗ്രൈൻഡിങ്ങിന് ഞാൻ G എന്ന് ഇട്ടോട്ടെ, പോളിഷിങ്ങിന് ഞാൻ P എന്ന് വിട്ടു മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ടേബിൾ ഒന്ന് വരയ്ക്കാൻ പറ്റുമോ നോക്കുവാണ്. ഫിൽ ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? M1 റിക്വയർസ്, മെഷീൻ 1 റിക്വയർസ് 4 hours ഓഫ് ഗ്രൈൻഡിങ് ആൻഡ് 2 hours ഓഫ് പോളിഷിങ്. M1 എന്ന് പറയുന്ന മെഷീനിൽ 4 hours എന്തിനായിരിക്കണം? ഗ്രൈൻഡിങ്ങിന് വേണം.
2 hours പോളിഷിങ്ങിന് വേണം. വേറസ് ഈച്ച് മോഡൽ ഓഫ് ടൈപ്പ് M2 എന്ന് പറയുന്ന മോഡലിൽ എത്ര മണിക്കൂർ വേണം? M2 റിക്വയർസ് 2 hours ഓഫ് ഗ്രൈൻഡിങ് 2 hours വേണം ആൻഡ് 5 hours ഓഫ് പോളിഷിങ്. ഇതുപോലെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ ഇങ്ങനെ ടേബിൾ വരച്ച് കഴിഞ്ഞാൽ കാര്യം നമുക്ക് മനസ്സിലാവും. ദ മാനുഫാക്ചറർ ഹാസ് 2 grinders. എത്ര ഗ്രൈൻഡർ ഉണ്ട് പുള്ളിയുടെ കയ്യിൽ? 2 ഗ്രൈൻഡർ ഉണ്ട്. 2 numbers ഓഫ് ഗ്രൈൻഡർ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടത് കേട്ടോ. ദ മാനുഫാക്ചറർ ഹാസ്, ഇതുവരെ ഒരു ക്വസ്റ്റ്യനിലും ഇങ്ങനെ പറഞ്ഞില്ല അല്ലേ? റിസോഴ്സ് 1 റിസോഴ്സ് 2 ഉണ്ട്, എൻ്റെ കയ്യിൽ 10 റിസോഴ്സ് ഉണ്ട് അല്ലെങ്കിൽ 10 മെഷീൻ ഉണ്ട് എന്ന് കഴിഞ്ഞ പ്രവൃത്തി പറഞ്ഞില്ല. ഒരു മെഷീൻ 1 മെഷീൻ 2 എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ഇവിടെ പറയുന്നത് മെഷീൻ 1, അതായത് നമ്മുടെ ഗ്രൈൻഡർ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. M2 grinder. The manufacturer has 2 grinders and 3 polishers. Polisher എത്രയാണ് ഉള്ളത്? 3 polishers ഉണ്ട്. 3 numbers ഓഫ് പോളിഷേഴ്സും ഉണ്ട്. അത് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനാണ്. ഈച്ച് ഗ്രൈൻഡർ, അതിന് മുമ്പുള്ള ഈ ലൈൻ, ദ മാനുഫാക്ചറർ ഹാസ് 2 grinders and 3 polishers. ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളെ അത്. ഈച്ച് ഗ്രൈൻഡർ വർക്ക്സ് 40 hours. ഓരോ ഗ്രൈൻഡറും എത്ര മണിക്കൂർ വർക്ക് ചെയ്യും? 40 hours വർക്ക് ചെയ്യും. ഓക്കെ. ആൻഡ് ഈച്ച് പോളിഷർ വർക്ക് 60 hours എ വീക്ക്. പോളിഷർ ആണെങ്കിലോ 60 മണിക്കൂർ ഒരാഴ്ചയിൽ വർക്ക് ചെയ്യും. ഇതും എന്തിനു പറയുന്നുണ്ട്? 40 hours എ വീക്ക്. ഒരാഴ്ചയിൽ 40 മണിക്കൂർ, ഒരാഴ്ചയിൽ 60 മണിക്കൂർ. ഓരോ മെഷീനും, ഗ്രൈൻഡർ എന്ന് പറയുന്നത് ഓരോ ഗ്രൈൻഡറും 40 മണിക്കൂർ ഒരാഴ്ചയിൽ വർക്ക് ചെയ്യും. ആൻഡ് ഈച്ച് പോളിഷർ വർക്ക് 60 hours. അപ്പോൾ ഈ 40 hours-ഉം 60 hours-ഉം അതെവിടെ കൺസ്ട്രെയിൻ്റ് ആയിട്ട് എഴുതാൻ ഇനി ഒന്നുമില്ലല്ലോ. നമുക്ക് ആലോചിക്കാം. പ്രോഫിറ്റ് ഓൺ M1 ഫസ്റ്റ് മോഡൽ നമുക്ക് വിൽക്കുമ്പോൾ കിട്ടുന്നത് 3 രൂപയാണ്. $3 എന്നായിരുന്നു, ഞാൻ 3 rupees എന്നാക്കിയതാണ്. ആൻഡ് ഓൺ മോഡൽ 2 M2-ന് എത്ര റുപ്പീസ് കിട്ടും? 4 rupees കിട്ടുന്നുണ്ട്. വാട്ട് എവർ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ വീക്ക് ഈസ് സോൾഡ് ഇൻ ദ മാർക്കറ്റ്. ഒരാഴ്ചയിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് മൊത്തം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട്. ഹൗ ഷുഡ് ദ മാനുഫാക്ചർ അലോക്കേറ്റ് ദിസ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ടു 2 types ഓഫ് മോഡൽസ് സോ ദാറ്റ് ഹീ മേ മേക്ക് ദ മാക്സിമം പ്രോഫിറ്റ് ഇൻ എ വീക്ക്? ഈ അയാളുടെ 2 ഗ്രൈൻഡറും 3 പോളിഷറും എത്ര എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് അയാൾക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെയും മാക്സിമം എന്ന് തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നത്. സോ മാക്സിമൈസ് ഇസ് സെറ്റ്. പ്രോഫിറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഈ കാശിൻ്റെ 3 rupees-ഉം 4 rupees എന്ന് പറഞ്ഞില്ലേ? അപ്പം ഇവിടുത്തെ മോഡൽ 1-നെ X1 എന്നും മോഡൽ 2-നെ X2 എന്നും വിളിക്കാം. സോ 3 into X1 പ്ലസ് 4 into X2. സബ്ജക്റ്റ് 2 എന്ന് എഴുതാൻ മറക്കല്ലേ കുഞ്ഞുങ്ങളെ? കൺസ്ട്രെയിൻറ്റ് എഴുതുമ്പം സബ്ജക്റ്റ് 2 ഞാൻ കൺസ്ട്രെയിൻറ്റ് എഴുതുവാണേ. അപ്പോൾ ഗ്രൈൻഡറിൻ്റെ കൺസ്ട്രെയിൻറ്റ് എഴുതുമ്പം 4 into X1 പ്ലസ് 2 into X2. ടീച്ചർ പറഞ്ഞു മാക്സിമൈസ് എന്ന് വന്നാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നേ വരുള്ളൂ. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് ഇട്ടു. ഓക്കെ, അപ്പുറത്ത് ഇതിൻ്റെ കോൺസ്റ്റൻറ്റ് എവിടെ? ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ ഗ്രൈൻഡറിൽ 40 മണിക്കൂറെന്നും പറഞ്ഞു, 60 മണിക്കൂറെന്നും പറഞ്ഞു. അപ്പോൾ ഇവിടെ എഴുതേണ്ട 14, ഇവിടെ എഴുതേണ്ട 16. അങ്ങനെയാണോ കുഞ്ഞുങ്ങൾ ചിന്തിക്കണേ? കറക്റ്റാണ്. ഗ്രൈൻഡർ മൊത്തം എത്ര മണിക്കൂർ ഒരാഴ്ചയിൽ വർക്ക് ചെയ്യും? 40 മണിക്കൂർ. പോളിഷറോ 60 മണിക്കൂർ. വളരെ കറക്റ്റ്. 40 എന്നുള്ളതും കറക്റ്റാണ്, 60 എന്നുള്ളതും കറക്റ്റാണ്. പക്ഷേ എൻ്റെ കയ്യിൽ എത്ര ഗ്രൈൻഡർ ഉണ്ട്? 2 grinders ഉണ്ട്. അപ്പോൾ ഗ്രൈൻഡർ ടോട്ടൽ ഒരാഴ്ചയിൽ എത്ര നേരം വർക്ക് ചെയ്യും? 40 into 2 is equal to 80 hours ആ ഗ്രൈൻഡറിന് വർക്ക് ചെയ്യാൻ പറ്റും. ആ 80 hours-ന് 4 hour ഉപയോഗിച്ച് നമുക്ക് മെഷീൻ മോഡൽ 1 ഉണ്ടാക്കാം. 2 hour ഉപയോഗിച്ചാൽ നമുക്ക് മോഡൽ 2 ഉണ്ടാക്കാം. അത് ഏത് രീതിയിൽ യൂസ് ചെയ്യണം എന്നാണ് ഈക്വേഷനിൽ പടം വരച്ച് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം അതേപോലെ 60 മണിക്കൂർ പോളിഷിംഗ് മെഷീൻ വർക്ക് ചെയ്യും ഒരാഴ്ചയിൽ. പക്ഷേ എൻ്റെ കയ്യിൽ എത്ര പോളിഷിംഗ് മെഷീൻ ഉണ്ട്? 3 പോളിഷിംഗ് മെഷീൻ ഉണ്ട്. സോ 60 into 3 is equal to 180 hours ആണ് എനിക്ക് എന്ത് ചെയ്യുന്നത്? എൻ്റെ പോളിഷിംഗ് മെഷീൻ ഒരാഴ്ചയിൽ വർക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ എന്തുവാ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ എഴുതേണ്ടത് എന്താ? 80 എന്നാണ് എഴുതേണ്ടത്, അല്ലാതെ 40 എന്ന് എഴുതിയേക്കരുതെങ്കിൽ തെറ്റിപ്പോവും. അതിനാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞില്ലേ 2 grinder and 3 പോളിഷറിൻ്റെ അടിയിൽ വരച്ചിട്ടത്. അതുകൊണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ദ മാനുഫാക്ചറർ ഹാസ് 2 grinder and 3 പോളിഷർ. കഴിഞ്ഞ 2 പ്രോബ്ലം ഇനി മറിച്ച് നോക്കിക്കേ. അവിടെ ഞാൻ പറഞ്ഞില്ല എൻ്റെ കയ്യിൽ മെഷീൻ 1 ഉണ്ട്, മെഷീൻ 2 ഉണ്ട്, റിസോഴ്സ് 1 ഉണ്ട്, റിസോഴ്സ് 2 ഉണ്ട്. അങ്ങനെ പറഞ്ഞു എന്നല്ലാതെ അത് എത്ര എണ്ണം എന്ന് ഈ ക്വസ്റ്റ്യനിൽ മാത്രമേ പറഞ്ഞത്. അപ്പോൾ ഇവിടെയും കൺസ്ട്രെയിൻ്റെ RHS പാർട്ട് തന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ തെറ്റിക്കാനായിട്ട് 14-ഉം 16-ഉം നമ്മൾ എഴുതുമായിരുന്നു. പക്ഷേ ശ്രദ്ധിക്കണം, 40, 60 എന്നുള്ള മണിക്കൂറിൽ കൂടെ ഒരു കാര്യം കൂടെ അവർ പറഞ്ഞു, ഈ റിസോഴ്സ് എത്ര എണ്ണം ഉണ്ടെന്നുള്ളതും കൂടെ പറഞ്ഞു. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്താലേ ടോട്ടൽ എത്ര അവേഴ്സ്, കാരണം ഇതെല്ലാം മണിക്കൂറാണ്. 4 മണിക്കൂർ വേണം മെഷീൻ 1 ഉണ്ടാക്കാൻ, 2 മണിക്കൂർ വേണം മോഡൽ 2 ഉണ്ടാക്കാൻ എന്നുള്ളത്. ഓക്കെ, കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ കൺസ്ട്രെയിൻ്റ് ആയി. രണ്ടാമത്തെ കൺസ്ട്രെയിൻ്റ് ഇനി എളുപ്പമല്ലേ, നോക്കി അങ്ങ് പറഞ്ഞാൽ പോരെ. 2 into X1 പ്ലസ് 5 into X2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 180.
വെയർ x1, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതാണ് LPP, ഫോർമേഷൻ ഓഫ് LPP. ഇത് സൊല്യൂഷൻ എങ്ങനെയാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് എക്സാമിന് ചോദിച്ചിട്ട് ഓൾസോ സോൾവ് എന്നും കൂടെ ചോദിക്കാം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞിരുന്ന മെത്തേഡിൽ എൻ്റെ കുഞ്ഞുങ്ങളത് ചെയ്യാൻ പഠിക്കണം കേട്ടോ. അപ്പം ഞാൻ ഒരു ക്വസ്റ്റ്യനെ തന്നെ പല സിറ്റുവേഷനാക്കി മാറ്റിയിട്ട് അതിൽ എന്തൊക്കെ ചേഞ്ചിൽ നമുക്ക് എക്സാമിന് ചോദിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങളെടുത്ത് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താ? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസ് എന്നാണെങ്കിൽ കൺസ്ട്രെയിൻ്റ് എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നേ വരുള്ളൂ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസ് എന്ന് തുടങ്ങുവാണെങ്കിൽ കൺസ്ട്രെയിൻ്റ് എല്ലാം നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നേ എടുത്തുള്ളൂ. ഓക്കെ, അപ്പം അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യുമ്പോൾ ഞാൻ ഈ ടോപ്പിക്ക് നിർത്തും. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എന്തെങ്കിലും എഴുതാനൊക്കെ ഇപ്പോൾ അറിയാമല്ലോ. കൂടുതൽ പ്രോബ്ലംസ് വരും വർഷങ്ങളിൽ ആഡ് ചെയ്യാം. ഇന്നിപ്പോൾ നാളെ എക്സാമിൻ്റെ സമയത്ത് എനിക്ക് പോർഷൻ തീർക്കാൻ ഇങ്ങനെ പറ്റുന്നുള്ളൂ. കുഞ്ഞുങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് എൻ്റെ ഒരു സിറ്റുവേഷൻ എങ്ങനെ ആയതുകൊണ്ടാണ്. എങ്കിലും ഇനി സ്റ്റീപ്പസ്റ്റ് മെത്തേഡ് കൂടെ പഠിപ്പിച്ച് തീർക്കാൻ എന്തായാലും സമയം കിട്ടത്തില്ല. ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പം തന്നെ ഒരുപാട് സമയമുണ്ടാവും. ഇപ്പോൾ തന്നെ ഒരു 10 മണിയായിട്ടാണ് ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യാൻ തന്നെ ഇരിക്കുന്നത്. ഓക്കെ കുഞ്ഞുങ്ങളെ, 10:30 ആയിട്ടുണ്ട്. ഇനി ഇത് എപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്? നാളെ എക്സാമിൻ്റെ സമയത്താണോ നിങ്ങളുടെ അടുത്ത് എത്തുക എന്ന് പോലും എനിക്കറിയില്ല. എനിവേ ഒരു ക്വസ്റ്റ്യൻ കൂടി പെട്ടെന്ന് ആഡ് ചെയ്യാവേ. നിങ്ങളുടെ പ്രിസ്ക്രൈബ് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. എ ഹോസ്പിറ്റൽ വാണ്ട്സ് ടു ക്രിയേറ്റ് എ ന്യൂട്രീഷൻ ഡയറ്റ് ഫോർ പേഷ്യൻസ് that meets certain nutritional requirement at the minimum cost. The diet must include at least 2000 calories, 15 grams of protein and 300 grams of carbohydrate per day. There are 2 food items available with the following nutritional values and cost. ഫുഡ് 1, ഫുഡ് 2 എന്ന് പറഞ്ഞിട്ട് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. വായിച്ചു പോയപ്പോൾ എന്ത് എളുപ്പമല്ലേ, ടേബിൾ വരയ്ക്കണ്ടേ? ഈ ക്വസ്റ്റ്യൻ തനിച്ചൊന്ന് ടേബിൾ വരച്ച് നോക്കൂ. കഴിഞ്ഞ 3 പ്രോബ്ലം ഒരേപോലത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു ടൈപ്പിലല്ലാതെ ഡിഫറെൻ്റ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ടേബിൾ എൻ്റെ കുഞ്ഞുങ്ങളൊന്ന് തനിയെ വരച്ച് നോക്കിക്കേ. അല്ലാതെ വരച്ച് കഴിഞ്ഞിട്ട് ഞാനിനി പറയുന്നതിന് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇവിടെ ഒന്ന് പാസ് ചെയ്യുക. ഞാൻ പറയാതെ തന്നെ നിങ്ങളൊന്ന് വരച്ച് നോക്കുക. തെറ്റണമെങ്കിൽ തെറ്റിക്കോട്ടെ. എന്താ നിങ്ങൾക്ക് എവിടെ തെറ്റി എന്നുള്ളത് അടുത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, നോക്കി കുഞ്ഞുങ്ങളെ, നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകണം. ഹോസ്പിറ്റൽ വാണ്ട്സ് ടു ക്രിയേറ്റ് എ ന്യൂട്രീഷ്യസ് ഡയറ്റ് ഫോർ പേഷ്യൻസ്. ഓക്കെ, ദാറ്റ് മീറ്റ് സർട്ടൈൻ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ് അറ്റ് ദ മിനിമം കോസ്റ്റ്. അപ്പോൾ ഇതുവരെ മാക്സിമം എന്ന് പറഞ്ഞിട്ട് ഇത് ആദ്യം ഇവിടെ പറയുന്നുണ്ട്. വളരെ നമുക്ക് കാശ് അധികം ആവാതെ എന്നാൽ മാക്സിമം ന്യൂട്രീഷൻ കൊടുക്കുന്ന രീതിയിൽ നമുക്കൊരു ഡയറ്റ് ഉണ്ടാക്കണം. ഇതേ കഥ വേണമെങ്കിൽ ഒരു അമ്മ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് ചൂസ് ചെയ്യുമ്പോൾ മാക്സിമം വൈറ്റമിൻ കിട്ടുന്ന രീതിയിൽ എങ്ങനെ ഏത് ഫുഡ് ഉണ്ട് എങ്ങനെ ചൂസ് ചെയ്യാം, ഫുഡ് 2 എങ്ങനെ ചൂസ് ചെയ്യാം, ഇതേ ക്വസ്റ്റ്യൻ അങ്ങനെയും ചോദിക്കാം കേട്ടോ. ഞാൻ എവിടെയോ പണ്ട് കണ്ടൊരു ഓർമ്മ എനിക്ക് അങ്ങനെ വരുന്നുണ്ട്. സെയിം ക്വസ്റ്റ്യൻ തന്നെ എന്താ പറയും വേറൊരു ഉടുപ്പിട്ട് നിങ്ങളെ മുന്നിൽ കാണിക്കാം. ഇതേ വേറെ പല കാര്യങ്ങൾ ഇതിനെ നിങ്ങളുടെ മുന്നിൽ ഒരു ടോയ് ഉണ്ടാക്കുന്ന കാര്യം അങ്ങനെ പലതും ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുക, മിനിമം കോസ്റ്റ് പൈസ കുറവായിരിക്കണം പക്ഷേ ന്യൂട്രീഷ്യസ് ആയിരിക്കണം എൻ്റെ ഫുഡ്. ദ ഡയറ്റ് മസ്റ്റ് ഇൻക്ലൂഡ്, ഡയറ്റിൽ എന്തൊക്കെ വേണം? കാലറീസ് വേണം, പ്രോട്ടീൻ വേണം, കാർബോഹൈഡ്രേറ്റ് വേണം. അപ്പോൾ ഇതാണോ എൻ്റെ x1, x2, x3 എന്ന് എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ 2 ഫുഡും ഉണ്ട്, ഫുഡ് 1, ഫുഡ് 2. അപ്പോൾ കോസ്റ്റ് എന്ന് പറയുന്നത് കാലറിക്കും ഗ്രാമിനും കാർബോഹൈഡ്രേറ്റിനും ആണോ? x1 ഇപ്പോൾ കാലറി ഇപ്പോൾ പലർക്കും ചോദിക്കും തോന്നും കാലറീന് x1 എന്നും പ്രോട്ടീന് x2 എന്നും കാർബോഹൈഡ്രേറ്റിന് x3 എന്ന് എടുത്താലോ അതിൻ്റെ കോസ്റ്റ് എനിക്കിപ്പോൾ 1 യൂണിറ്റ് ഫുഡിന് 1ൻ്റെ ഒരു സെർവിങ് വാങ്ങിക്കാൻ 3 രൂപയാവും. ഓക്കെ, അപ്പം അതുപോലെ ഫുഡ് 2ൻ്റെ ഒരു സെർവിങ് വാങ്ങിക്കാൻ 4 രൂപയാവും. അപ്പം ഫുഡിനാണ് പൈസ. എനിക്ക് വേണ്ടത് ഇവിടെ മിനിമം കോസ്റ്റാണ്. അപ്പോൾ കോസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് 3 × x1 എന്ന് എഴുതണം. സോ ഇവിടുത്തെ x1, x2 ആയിട്ട് മാറ്റേണ്ട ആളാരാണ്? ഫുഡ് 1ഉം ഫുഡ് 2ഉം. സോ അയാളിങ്ങനെ മോൾഡ് ചെയ്തുക, ഫുഡ് 1, ഫുഡ് 2. ഓക്കെ, എന്തൊക്കെ ഈ ഫുഡ് 1, ഫുഡ് 2ൽ ഫുഡ് 1ൽ എന്തെല്ലാം വേണം? ഈ പറഞ്ഞ ആൾക്കാരെല്ലാം വേണം. കാലറി ഉണ്ടായിരിക്കണം, പ്രോട്ടീൻ ഉണ്ടായിരിക്കണം, കാർബോഹൈഡ്രേറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതാണ് കാലറി, പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ്. കാർബൺ ഇട്ടേ, ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മുടെ കൺസ്ട്രെയിൻ്റ് ആയിട്ട് മാറാൻ പോകുന്നത് ഇവരാണ്. ഓക്കെ, ഇനി വായിച്ചു വയ്ക്കാം കുഞ്ഞുങ്ങളെ. നമ്മുടെ അടുത്ത് ഇവിടെ പറയുന്നുണ്ടെന്ന് വേണമെന്ന് ഡയറ്റ് മസ്റ്റ് ഇൻക്ലൂഡ് അറ്റ്ലീസ്റ്റ് 2000 കാലറീസ്. ഒരു കാലറി നമ്മളിപ്പോൾ ഫുഡ് 1 എടുത്താലും ഫുഡ് 2 എടുത്താലും എന്തുവാണ് എത്ര കാലറി ഉണ്ടായിരിക്കണം? അതിനകത്ത് 2000 കാലറി ഉണ്ടായിരിക്കണം. 50 grams ഓഫ് 2000 കാലറി ഉണ്ടായിരിക്കണം. 50 grams ഓഫ് പ്രോട്ടീൻ ടോട്ടൽ 50 gram ഉണ്ടായിരിക്കണം. അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? 300 grams ഓഫ് കാർബോഹൈഡ്രേറ്റ്, 300 grams കാർബോഹൈഡ്രേറ്റും ഉണ്ടായിരിക്കണം. ഇതാണ് മാക്സ്. ടോട്ടൽ എനിക്ക് എത്ര കാലറി? 2000 കാലറി, അതിൽ പ്രോട്ടീൻ 50 കാലറി, കാർബ് 300 കാലറി. 300 ഗ്രാമാണ് കാലറി എന്ന് പറയുന്നത്. ഗ്രാം, ഇത് മാത്രം കാലറി. ഓക്കെ, there are 2 food items available with the following nutritional values. ഈ
ന്യൂട്രീഷൻ വാല്യൂ ഉള്ള 2 ഫുഡ് ഐറ്റമാണുള്ളത് അതിൽ F1ഉം F2. അതിൽ ഫുഡ് 1ൻ്റെ കോസ്റ്റ് എത്രയാണ്? 3 രൂപയാണ്, ₹3 ഫോർ എ സെർവ്. അതുപോലെ കോസ്റ്റ് എന്തുവാ ഫുഡ് 2ന് ₹4. ഓക്കെ, തീർന്നില്ല. ഫുഡ് 1 പ്രൊവൈഡ്സ് 500 കാലറീസ്. കാലറി എത്രയാണ്? 500 ആണ്. അടുത്ത ഫുഡ് 1 പ്രൊവൈഡ്സ് 20 gram ഓഫ് പ്രോട്ടീൻ ആൻഡ് 30 gram ഓഫ് കാർബോഹൈഡ്രേറ്റ്. ഫുഡ് 2 എടുക്കുകയാണെങ്കിൽ ഒരു യൂണിറ്റ് എടുക്കുമ്പം 4 രൂപയാണ്, 600 കാലറി കിട്ടും. അതുപോലെ 30 gram ഓഫ് പ്രോട്ടീൻ ആൻഡ് 40 gram ഓഫ് കാർബോഹൈഡ്രേറ്റ് കിട്ടും. ഇതാണ് എൻ്റെ ടേബിൾ. എനിക്ക് എന്തുവാ മിനിമം കോസ്റ്റ് ആവുന്ന രീതിയിൽ ഫുഡ് 1ഉം ഫുഡ് 2 എടുക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് രൂപയാവാൻ പാടുള്ളൂ. എനിക്ക് മൊത്തം ഈ മാക്സിമം എനിക്ക് എത്രയാണ്? 200 കാലറി, 50 gram ഓഫ് പ്രോട്ടീൻ ആൻഡ് 300 gram ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ് വരേണ്ടത്. എന്തായാലും ക്വസ്റ്റ്യനിൽ മിനിമം എന്ന് പറഞ്ഞുകൊണ്ട് മിനിമൈസ് Z ഇസ് ഈക്വൽ ടു ഈ F1ന് ഞാൻ X1 എന്നും F2ന് ഞാൻ X2 എന്നും വിളിക്കാം. സോ X1 × 3, അപ്പോൾ 3X1 + 4 × X2. ഈ ഇക്വേഷൻ എനിക്ക് മിനിമം ആയിരിക്കുന്ന രീതിയിൽ X1 X2 കണ്ടുപിടിക്കണം. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ X1 X2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിൻ്റെ കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ്? സബ്ജക്റ്റ് ടു, ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളെ, കാലറി എങ്ങനെ എടുക്കാം നമുക്ക്? 500 × X1 + 600 × X2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നല്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങൾക്കറിയാം. മിനിമൈസ് Z എന്ന് വന്നാൽ കൺസ്ട്രെയിൻറ്റ് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2000. ഓക്കെ, അവർ പറയുന്നുണ്ട് എനിക്ക് അറ്റ്ലീസ്റ്റ് 200 കാലറി. ഇനിയിപ്പോൾ ഇത് ഓർത്ത് വയ്ക്കാൻ പറ്റാത്തവർക്ക് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കണം എങ്ങനെയാണ്? അറ്റ്ലീസ്റ്റ് 2000 എന്ന് പറഞ്ഞാൽ എന്താടാ? അറ്റ്ലീസ്റ്റ് രണ്ടുപേരെങ്കിലും അറ്റ്ലീസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് 2. അപ്പം 2 വരാൻ പാടുള്ളൂ എന്നാണോ? കുറഞ്ഞത് 2 എന്ന് പറഞ്ഞാൽ 2, 3, 4 അങ്ങനെയല്ലേ നമ്പർ പോവുക. ഏറ്റവും കുറഞ്ഞ വാല്യൂ ആയിരിക്കണം 2. അറ്റ്ലീസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് കുഞ്ഞുങ്ങളെ? ഏറ്റവും കുറഞ്ഞത് 2. അപ്പം 2ൽ കൂടുതലായിരിക്കണം എന്നാണ് അറ്റ്ലീസ്റ്റ് 2ൻ്റെ മീനിങ്. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെച്ചേക്കുക, എവിടെയെങ്കിലും അറ്റ്ലീസ്റ്റ് എന്ന് കണ്ടാൽ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ തന്നെ അവർ പറയുന്നത് ഡയറ്റ് മസ്റ്റ് ഇൻക്ലൂഡ് അറ്റ്ലീസ്റ്റ് 2000 കാലറി. മിനിമം 2000 കാലറി വേണമെന്ന് പറഞ്ഞാൽ 2000ൽ കൂടുതൽ കാലറി ആയാൽ കുഴപ്പമില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് എടുക്കുന്ന സെർവിങ് എങ്ങനെയാണെന്നുള്ളത് 500 X1 + 600 X2 എന്നുള്ളതാണ് ഇവിടെ കിട്ടുക. കാലറി ഫുഡ് 1 എടുത്താൽ 500 കാലറി കിട്ടും, ഫുഡ് 2 എടുത്താൽ 600 കിട്ടും. അപ്പം എൻ്റെ അടുത്ത് ആരും പറയുന്നില്ല ഒരു സെർവ് ഓഫ് ഫുഡ് 1 എടുത്താൽ മതി എന്ന്. എനിക്ക് വേണമെങ്കിൽ 2 സെർവ് ഓഫ് ഫുഡ് 1ഉം 1 സെർവ് ഓഫ് ഫുഡ് 2 എടുക്കാം. അപ്പോൾ അത് മൊത്തം കാലറി 2000 വരാൻ പാടില്ല, ലെസ് ദാൻ 2000 ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അറ്റ്ലീസ്റ്റ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ എന്താ വരേണ്ട? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2000 കാലറിയിൽ കൂടുതൽ വരാം. ഇത് ക്വസ്റ്റ്യൻ എന്ത് തന്നെ ആയാലും ഇത് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെ ഓർത്ത് വെച്ചിരിക്കണം? മിനിമം എന്ന് വരുന്ന പ്രോബ്ലത്തിലെല്ലാം എനിക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നായിരിക്കും മിക്കവാറും LPP എഴുതുമ്പം വരാറുള്ളത്. ഓക്കെ, ഇനി സബ്ജക്റ്റ് രണ്ടാമത്തൊക്കെ നോക്കിക്കേ. പ്രോട്ടീൻ്റെ ഇത് കൺസ്ട്രെയിൻറ്റ് എങ്ങനെ എഴുതാം? 20X1 + 30X2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 gram. ഓക്കെ, അറ്റ്ലീസ്റ്റ് 50 gram ഓഫ് പ്രോട്ടീൻ വേണം എന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് 300 grams ഓഫ് കാർബോഹൈഡ്രേറ്റ്. അതും അറ്റ്ലീസ്റ്റ് എന്നുള്ള വേർഡ് അവിടെ ഉണ്ട്. അപ്പോൾ ഇതും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു തന്നെയാണ്. ഇക്വേഷൻ നോക്കി അങ്ങ് എഴുതിയാൽ മതി. 30X1 + 40X2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 300, where X1, X2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ വെച്ച് പ്രോബ്ലംസ് നിർത്തുവാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് ടെസ്റ്റിൻ്റെ പുറകെ തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം എനിക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. നോക്കിക്കേ, ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാം ഞാൻ സാധാരണ ഈ ക്വസ്റ്റ്യൻസൊക്കെ സോൾവ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാറുള്ളതാണ്. ഇതിപ്പോൾ എനിക്ക് അതിനുള്ള ടൈം ഇല്ല. പക്ഷെ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് തനിയെ പടം വരയ്ക്കാൻ തോന്നുന്നവർക്ക് അങ്ങനെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരുന്നത്. ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇപ്പോൾ ഈ പ്രോബ്ലംസ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്ന് നമുക്ക് ഇങ്ങനത്തെ വേർഡ്സിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുവാണെങ്കിൽ അതിനകത്ത് നിന്ന് എങ്ങനെ ഒരു LPP ഫോം ചെയ്യാമെന്ന് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കി വയ്ക്കാം. ഇനി നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ LPP സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് മിനിമം X1 എത്ര വാല്യൂ, X2 എത്ര വാല്യൂമ്പോഴാണ് നമുക്ക് മിനിമം കോസ്റ്റ് വരുന്നത്. ആ തരത്തിൽ ഇത് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ളത് ഗ്രാഫിക്കൽ മെത്തേഡാണ്. സിംപ്ലക്സ് മെത്തേഡ് എന്നും ബിഗം മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ മെത്തേഡ് ഉണ്ട്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇവിടുത്തെ മെത്തേഡ് എന്തുവാണ്? നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യാമെന്നാണ് അടുത്ത വീഡിയോയിൽ പഠിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.